കുറേ ദിവസമായില്ലേ വീഡിയോയിൽ നിങ്ങളെന്നെ കണ്ടിട്ട്. വൈവ കഴിഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഒരു അഡ്വക്കേറ്റ് ഓഫീസിലൊരു ജൂനിയറിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ശനി ഞായറും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മൺഡേ മുതൽ വരാൻ പറഞ്ഞു. പിന്നെ ശനി ഞായറും 900 കണ്ടി ട്രിപ്പ് ഉണ്ടായിരുന്നു. നല്ല സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്കെന്തോ ആ സ്ഥലത്തിനോടും അബുവിനോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം, ഭയങ്കര മിസ്സിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ. അബു എത്രയോ കാലമായിട്ട് പറയുന്ന സ്ഥലമാണ് 900 കണ്ടി. അവനാണെങ്കിൽ എനിക്കൊരു തോന്നുന്നു, ഞാൻ പറവ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അറിയുന്നൊരു കുട്ടിയാണ്. ഇവിടെ അടുത്തുള്ള ആളാണ് ഞങ്ങളുടെ നാട്ടിൽ. പക്ഷേ അവനെ റീസെൻ്റ്ലി ഒരു കൊറോണ കഴിഞ്ഞ സമയത്താണ് അവനെ കണ്ടത്. അപ്പോൾ അവൻ അപ്പം മുതലേ അങ്ങനെ 900 കണ്ടിയിലേക്ക് അവൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയി. നിങ്ങളെല്ലാവരും പോകണം കേട്ടോ 900 കണ്ടി, നല്ല രസമാണ്. ഞങ്ങൾ പോയത് വെള്ളാപ്പൻ കണ്ടി എന്ന് പറഞ്ഞ ഒരു സൈഡിലേക്കാണ്. അവിടെ നല്ല അടിപൊളി സ്ട്രീമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഭയങ്കര സേഫായിട്ട് എന്നാൽ ഭയങ്കര വൈൽഡ്, ഒരു കാണുമ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ഫീൽ ചെയ്യുന്ന അങ്ങനെ ആണ്. ശരിക്കും ഞങ്ങളുടെ ടീമിൽ പോയതിലാകെ ഞാനും പിന്നെ സലീം ഫൈസൽ മാഷ് മാത്രമാണ് ആ സ്വിങ്ങിൽ ചാടുകയൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് ലേഡീസൊക്കെ വെള്ളത്തിലിറങ്ങി. ആദ്യത്തെ ദിവസം എല്ലാ ലേഡീസും വെള്ളത്തിലിറങ്ങി കേട്ടോ. അന്ന് വേറൊരു മൈൽഡായിട്ടുള്ള സ്ട്രീമാണ്. രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ മോർണിംഗ് വാക്കിൽ കാണുന്ന സ്ട്രീം ഭയങ്കര എന്താ പറയുക, അടിപൊളി ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അറിയാത്ത സ്ട്രീമിലൊക്കെ കുളിക്കുകയും ചാടുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്ന് നല്ല ടയർഡായിരുന്നു. ഞാൻ ബാത്റൂമിൽ വീണു അവിടുന്ന് കണ്ടിന്ന് വഴുക്കിയിട്ട്. എന്നിട്ട് എൻ്റെ കൈയിൻ്റെ ഷോൾഡറിന് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ കഴിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവിലെ തന്നെ സലീം ചുരപ്പിലാൻ ഉമ്മർ സാറിൻ്റെ ഓഫീസിൽ, അവർ രണ്ടുപേരുടെ ഓഫീസിൽ കൂടിയായിട്ട് പോണത്. മഞ്ചേരി കോടതിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ജംഗ്ഷനിൽ തന്നെ. രസമാണ്, ഒരു പഴയ സ്റ്റൈൽ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ ബോറൊക്കെ അടിച്ച് ഇങ്ങനെ, പക്ഷേ വേറെ അധികം ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉമ്മർ സാറിൻ്റെ ഓഫീസ് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കിങ്ങനെ ഒറ്റയ്ക്കന്നെ എല്ലാം ചെയ്ത് പഠിക്കാം അങ്ങനെ. പക്ഷേ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം, ചെടിയൊക്കെ ആക്കണം, ചെടിച്ചട്ടിയൊക്കെ റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും പറ്റിയിട്ടില്ല. കാരണം അപ്പോഴേക്കും ഇങ്ങനെ കയറിപ്പോയി. കാരണം ഇപ്പോൾ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ആളെ കിട്ടാനൊക്കെ നമുക്ക് പാടാവില്ല ജൂനിയറായിട്ട് കയറാൻ. അപ്പോൾ ഷിബി എന്നോട് പറഞ്ഞത് നീ ഒന്ന് വേഗം പോയിട്ട് പണി പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പോകാൻ പറഞ്ഞ് ഇങ്ങനെ പോയി കിട്ടി. അങ്ങനെ ഫുൾ തിരക്കായിപ്പോയി ലൈഫ്. ഞാൻ പണ്ട് ശരിക്കും പഠിത്തം കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിരുന്നത് എൻ്റെ എക്സാം കഴിയും ഒക്ടോബറിൽ, അത് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ എന്നാണ് ഞാൻ നമ്മളുടെ ക്ലയൻസിനൊക്കെ മെസ്സേജ് അയക്കാം. ഇതിപ്പോൾ കോള് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, അത്രയും തിരക്കായി. മറ്റേത് കോളേജ് ആകുമ്പോൾ അറ്റൻഡൻസ് ലേറ്റ് ആവുക അങ്ങനത്തെ പ്രശ്നമേ ഉള്ളൂ. ലേറ്റായി എന്ന് വെച്ചാൽ ചീത്തയൊന്നും പറയില്ല. പക്ഷേ ഇതിപ്പോൾ ലേറ്റ് ആവാൻ പാടില്ല. 9 മണിക്ക് ഓഫീസിലെത്തണം, വൈകുന്നേരം 5 മണി. ഇന്നലെ 5:30 ആയി പോന്നപ്പോൾ, ഇവിടെ എത്തിയപ്പോഴേക്കന്നെ 6:30 ആയി. അയ്യോ, എനിക്ക് എന്നോട് തന്നെ ഒരു എന്താ പറയുക, ഒരു എമ്പതി സിമ്പതിയൊക്കെ തോന്നുന്നൊരവസ്ഥയാണ്. പക്ഷെ അത് ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ കാത്തിരുന്ന് ആളെ കണ്ടുപിടിച്ചൊക്കെ പോകേണ്ടി വരില്ലേ, അപ്പോൾ ബുദ്ധിമുട്ടാവുന്നുള്ളതാണ് ഞാൻ പിന്നെ ചാടി കയറി പോയത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ലൈഫിലൊരു പിന്നെ ആൾക്കാരെല്ലാം വക്കീലെ വിളിക്കുന്നു ഓഫീസിൽ. എൻറോൾമെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ പോലും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വക്കീലെ. പിന്നെ കുറേ ആളുകൾക്ക് അറിയില്ല കേട്ടോ കോടതി എന്താ എങ്ങനെയെന്നൊന്നും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് 3 പേര് പ്രായമായിട്ടുള്ള 2 ഉമ്മമാരും ഒരു ഇക്കയും കൂടി വന്നിരുന്നു. അപ്പോൾ അവർ മഞ്ചേരി കോടതിയിലേക്ക് പറഞ്ഞയച്ചതാണ്. കോഴിക്കോട് കോടതിയിൽ നിന്ന് കേസ് ഇങ്ങോട്ട് മാറ്റിക്കണമെന്ന് പറഞ്ഞു. മഞ്ചേരി കോടതി എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ചേരി കോടതിയിൽ ഒരു 10-12 കോടതികളുണ്ട്. നമുക്ക് തന്നെ അറിയില്ലാത്ത ഏതൊക്കെയാണ്. അപ്പം മഞ്ചേരി കോടതിയിൽ ഏത് കോടതിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ്, കേസ് നമ്പർ മാത്രം പോരാ, ഏത് കോടതിയാണെന്നൊക്കെ കൂടി അറിഞ്ഞു വന്നാൽ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആ കോടതിയൊക്കെ കണ്ടെത്താനും അവരുടെ പിനെ കണ്ടെത്താനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞാൻ LLB പഠിക്കുമ്പോഴും എൻ്റെ ഒരു ഫിനാൻഷ്യലി എസ്റ്റാബ്ലിഷ് ആവുക അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല, ഒരു പ്രോ ബോണോ പബ്ലിക്കോ ഫോർ ദ സർവീസ് ഓഫ് സൊസൈറ്റി, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി പറവയുടെ ട്രിപ്പുകൾ ഇന്നിപ്പോൾ കന്യാകുമാരി ട്രിപ്പ് ഉണ്ട്. ഇതൊരു കുടുംബശ്രീയുടെ യൂണിറ്റിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കോഴിക്കോട് നിന്നുള്ള 20 പേര് അൻഷ്യം ബ്രിഡ്ജിലെയാണ് അവരുടെ കൂടെ പോണത്. ഞാൻ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കയ്യിന് ഇങ്ങനെ ഇഞ്ചുറി പറ്റിയപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും വെയിറ്റ് എടുക്കുക, അധികം ഇതായിട്ടുള്ളൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ മഞ്ചേരി വരെ പോയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരാണ് പോണത്, ഞാനല്ല. കന്യാകുമാരി ആകുമ്പോൾ അവർക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും, നമ്മുടെ നാടനല്ലേ. അങ്ങനെ ട്രിപ്പുകളും തിരക്കിൽ നിന്ന് എന്താ പറയുക, ചട്ടിയിൽ നിന്ന് എരുതയിലേക്ക് എന്ന് പറയില്ല, അതേ അവസ്ഥയായിപ്പോയി.
കാരണം ഇപ്പം ഞാൻ എല്ലാം ഉറങ്ങുന്നുണ്ട്. കാരണം പകൽ ഫുള്ള് പണിയെടുത്തിട്ട് രാത്രി ഇങ്ങനെ വന്നിട്ട് ഫുൾ ടൈം സാജിദിന് തന്നെ എന്നോടൊരു സിമ്പതി എന്ന് തോന്നുന്നു. സാജിദ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് 2 ദിവസം മിണ്ടാതായിരുന്നു. പിന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് സാജിദ് തന്നെ വന്നിട്ട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. എനിക്കൊരു വീഡിയോ പോലും ചെയ്യാൻ സമയം കിട്ടാതെ അത്രയും തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്.